ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഒസ്താര ഫെർട്ടിലിറ്റി. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട് ന്യൂ പ്രൊജക്ട്സ്, ആക്സസ് ന്യൂ ഐഡിയാസ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, പുതിയൊരു ജോബ്, കരിയർ ഒക്കെ സെറ്റാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂ ആയിട്ടുള്ളത് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് ടൈം ഇതാണെന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കും. നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൈം ആണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു കാര്യത്തെ, ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെയോ മോഡിഫൈ ചെയ്ത് പുതിയതാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ഡാർക്ക്, ഹെവി ആയിട്ടുള്ളതും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയെ തന്നെ മാറ്റാൻ സാധിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻ കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക, നല്ല ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ഒരു സ്നേഹത്തിൻ്റേതായിട്ടുള്ള സ്പാർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ റൂമിൽ ഫ്ലവേഴ്സ് കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ റൂമിൽ പുതിയ നിറങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കർട്ടൻ മാറ്റിയിട്ട് നാച്ചുറലായിട്ടുള്ള ലൈറ്റ് നിങ്ങളുടെ റൂമിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ അനുവദിക്കുക. കൂടാതെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ശുഭവാർത്ത കേൾക്കാനായിട്ടുള്ള ഒരവസരം വന്നേക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റ് ആകുന്നതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ സന്ദേശം. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊരു പുതിയ ഐഡിയാസും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയേക്കാം. ഇവിടെ ഡിവൈൻ ഇന്നത്തെ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഫോക്കസ്ഡ് ഇൻറ്റൻഷൻ എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ സാധാരണമാണ്. പക്ഷേ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണോ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ചില പേരെങ്കിലും ആകുലപ്പെടുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്? ഞാൻ നല്ലത് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ ഏറെ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എല്ലാം തന്നെ നിങ്ങൾ ചെയ്യൂ ആദ്യം, എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡിവൈനിൻ്റെ ഭാഗത്ത് നിന്ന് അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ ആ ഒരു കറക്റ്റ് ടൈമിൽ, ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഡിവൈനിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം കൊടുക്കുക. ആദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് തീർക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ആകുലപ്പെടുക. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്ത് തീർത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആ ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സ് കേവലം ഒരു ചെറിയ ചെടിയായി പോകാതെ നിങ്ങളുടെ മനസ്സ് ഒരു മരമായിട്ട് തന്നെ വേരിൽ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെയാകുമ്പോൾ എളുപ്പം ഏതൊരു ശക്തിക്കും നിങ്ങളെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടാനോ ഇളക്കാനോ സാധിക്കില്ല. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കാം. അവർ പലതരത്തിലും നിങ്ങളുടെ മനസ്സിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ചില പേരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങളതിനെ ചെവിക്കൊണ്ട് മനസ്സ് ഒന്ന് ചഞ്ചലപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ നിങ്ങൾ ചാർജ് ചെയ്യുക, മൈൻഡിനെ നിങ്ങൾ ചാർജ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ ഷെഡ്യൂൾഡ് ചെയ്യുക. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സ്റ്റേ പോസിറ്റീവ്. നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിലേക്ക് നിങ്ങൾ മെല്ലെ നടന്നു പോവുക. നിങ്ങളുടെ ഷെഡ്യൂളിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളെയും നിങ്ങൾ മാറ്റുക. മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക്, സംസാരങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് കാണുന്ന എല്ലാവർക്കും പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണം, ജീവിത രീതി മാറ്റണം എന്ന് ആഗ്രഹിച്ച്
നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കാം. നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും. ഇന്നത്തെ അഫർമേഷൻ: എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. എനിക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും. യൂണിവേഴ്സിന് നന്ദി. ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.